രക്തമില്ലാത്ത മനുഷ്യർ. അധ്യായം 47. ആശാദേവിക്ക് ബോധം വരുമ്പോൾ പകലായിരുന്നു. വെള്ളം, വെള്ളം. അവർ ഞരങ്ങി. കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ വീടിൻ്റെ പലകമുറിയിലൂടെ വെളിച്ചം അകത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ബോധം തെളിഞ്ഞിട്ടും 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഓർമ്മ വീണ്ടെടുക്കാനും ഒന്ന് എഴുന്നേറ്റിരിക്കാനും ആശാദേവിക്ക് കഴിഞ്ഞത്. നഗ്നയായിരുന്നു അവർ. ചെറുവിരൽ പോലും അനക്കിയപ്പോൾ വേദനിച്ചു. തൻ്റെ ശത്രുക്കളെ തിരിഞ്ഞുകൊണ്ട് ചുറ്റും നോക്കിയ ആശയിൽ നിന്ന് വല്ലാത്തൊരു നിലവിളിയുണ്ടായി. പലക വിടവിലൂടെ ഒരു ഭീകരരൂപം തന്നെ നോക്കുന്നു. ശ്വാസം നിലച്ചതുപോലെ അതിനെ മിഴിച്ചു നോക്കിയ ആശ അത് തിരിച്ചറിഞ്ഞു. തൻ്റെ രൂപമാണത്. പൊട്ടിച്ചേറിയ ഒരു കണ്ണാടിയുടെ കഷ്ണം മറയിൽ ചാരി വെച്ചിരിക്കുന്നതാണ്. ആശാദേവി കൈനീട്ടി അതെടുത്തു. തൻ്റെ മുഖം കണ്ടു. കരഞ്ഞപ്പോൾ തൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്നത് ചോരയാണെന്ന് കണ്ടു. ചുണ്ടുകളും മൂക്കും കവിളും ചെവികളും മുറിഞ്ഞ് തടിച്ച് നീരുകൊണ്ട് വീർത്തിരിക്കുന്നു. നഖക്ഷതങ്ങളുടെയും ദന്തക്ഷതങ്ങളുടെയും പാടുകൾ. പല്ല് കോർത്ത് കടിച്ചു മുറിച്ചിരിക്കുകയാണ്. താൻ അബോധാവസ്ഥയിൽ എന്തൊക്കെ അനുഭവിച്ചെന്ന് ആശായ്ക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. കഴുത്തിലും മാറിടങ്ങളിലും കൈകളിലും ചോരയും മുറിപ്പാടുകളും. അടിവയറ്റിലും തുടകളിലും ചോര കട്ടയായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. താനിരിക്കുന്ന പലകകളിലും ചോര പറ്റിപ്പിടിച്ചിരിക്കുന്നത് ആശ കണ്ടു. തലയിൽ നിന്ന് വലിച്ചു പറിച്ച മുടികൾ മന്ത്രവാദികൾ പിശാചുക്കളെ കെട്ടിയിടുന്നത് പോലെ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. തലയിൽ ചോര ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നത് കണ്ണാടിത്തുണ്ടിലൂടെ ആശാദേവി കണ്ടു. എൻ്റെ ഈശ്വര! ദുർബലമായ കയ്യിൽ നിന്നും ആ ഗ്ലാസ് കഷ്ണം ചെറിയൊരു ശബ്ദത്തോടെ താഴെ വീണു. എൻ്റെ ബാലേട്ട, എൻ്റെ ഗീതുമോളെ! ആശ വിതുമ്പിക്കരഞ്ഞു. മദ്യത്തിൻ്റെയും ഛർദിയുടെയും ചോരയുടെയും ചീഞ്ഞ മാംസത്തിൻ്റേതുപോലുള്ള ഗന്ധം സമ്മിശ്രമായി അവിടെ നിറഞ്ഞു നിന്നിരുന്നെങ്കിലും ആശാദേവിക്കത് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മൂക്കിൽ കട്ട പിടിച്ചിരിക്കുന്ന ചോരക്കിടയിലൂടെ അല്പം മാത്രമേ ശ്വാസം വലിച്ചെടുക്കാൻ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അത് തടസ്സപ്പെട്ടപ്പോൾ വായിലൂടെ ശ്വാസമെടുത്തു. കുറേ നേരമിരുന്ന് കരഞ്ഞു. തൻ്റെ ഉദ്യോഗത്തെപ്പറ്റിയും പോലീസ് സ്റ്റേഷനെപ്പറ്റിയും ഓർത്തു. പുറത്ത് ജീപ്പ് കിടപ്പുണ്ട്. പക്ഷേ എങ്ങനെ ഇനി തിരിച്ചു ചെല്ലും? എങ്ങനെ തൻ്റെ കീഴുദ്യോഗസ്ഥരായ പോലീസുകാരെ കാണും? എന്താണ് അവരോട് പറയാൻ പറ്റുക? താനിവിടെ വന്നിട്ട് 1 ദിവസം കഴിഞ്ഞുവെന്ന് ഉറപ്പാണ്. 2ാം ദിവസമാണിത്. ഒരു രാത്രി താൻ ബോധമറ്റ് കിടന്നു. തൻ്റെ വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ ഒരു തകർന്ന പലകപ്പെട്ടിക്കിടയിൽ കണ്ട് ആശ അങ്ങോട്ട് മുട്ടിൽ കുത്തിയിഴഞ്ഞു. ഒരു കയ്യെ അനക്കാൻ കഴിഞ്ഞുള്ളൂ. മറ്റേ കൈ ഒടിഞ്ഞതുപോലെ. സാരി പുതയ്ക്കാൻ ശ്രമിച്ചപ്പോൾ പോലും മുറിവുകൾ വേദനിച്ചു. ഒരു മനുഷ്യജീവിയും അവിടെയില്ല. പാതാളത്തിലേതുപോലുള്ള നിശബ്ദത. ഇടയ്ക്കിടയ്ക്ക് ഒരു ചീവീട് ഭ്രാന്ത് പിടിച്ചതുപോലെ കരയുന്നുണ്ടായിരുന്നു. വാതിൽക്കലേക്ക് ഇഴഞ്ഞു ചെന്ന് വാതിൽ തുറന്ന് ആശ പുറത്തേക്ക് നോക്കി. തൻ്റെ ജീപ്പ് അവിടെയില്ലെന്ന് കണ്ടപ്പോൾ ബോധം മറയുന്നത് പോലെ തോന്നി. ഇരയുടെ മേൽ ചാടി വീഴാൻ വരുന്ന കാട്ടുമൃഗത്തിൻ്റെ പാദപതനം പോലെ ഒരു ശബ്ദം കേട്ടു. കരിയിലകളും ചുള്ളിക്കമ്പുകളും ഞെരിഞ്ഞമരുന്ന ശബ്ദം. വീടിൻ്റെ വലതുവശത്തു കൂടി കൂനിക്കൂനി ഒരാൾ വരുന്നു. അത് തൻ്റെ അച്ഛൻ ശേഖരപിള്ളയാണെന്ന് ആശ തിരിച്ചറിഞ്ഞു. അയാൾ അച്ഛനാണെന്ന് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല. ഗോവണി കയറി അയാൾ ആശയുടെ മുന്നിൽ വന്നു. അവൾ ആ മുഖത്തേക്ക് ദയനീയമായി നോക്കി. നീ ചത്തില്ലായിരുന്നു. ഇവിടെ നിന്ന് പോടേനു മുമ്പ് നിന്റെ ശവമടക്ക് നടത്തണമെനിക്ക്. അയാൾ ചവിട്ടി ആശയെ മറിച്ചിട്ടു. കാലിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്നിട്ടു. നീയാണെന്നെ നശിപ്പിച്ചത്. നീ കാരണം എനിക്കിപ്പോൾ ഒരുപാട് പണം കിട്ടി. ഇനി ഈ കാട്ടിലെ വീട് ഉപേക്ഷിച്ച് ഞാൻ നാട്ടിൽ പോയി അന്തസ്സായി ജീവിക്കും. അയാൾ പെട്ടി തുറന്ന് നോട്ടുകെട്ടുകൾ ഉയർത്തി കാണിച്ചു. കെട്ടഴിച്ച് ഒന്നൊന്നായി വിടർത്തി കാണിച്ചു. നിന്നെ വിറ്റതിൻ്റെ വിലയാ. നിന്നെ കൊന്നാൽ എത്ര പണം തരാനും അവർ തയ്യാറാ. ഇനിയും തരും. അയാൾ പണം പെട്ടിക്കകത്തിട്ട് ഒരു കുപ്പി മദ്യമെടുത്ത് വായിലേക്ക് കമഴ്ത്തി. ആശാദേവിക്ക് ഒന്ന് കരയാൻ പോലും ശബ്ദവും ശക്തിയും അവശേഷിച്ചിരുന്നില്ല. അയാൾ വേച്ച് നടന്ന് കൈക്കോടാലി കൊണ്ട് ഒരു വീഞ്ഞപ്പെട്ടി വെട്ടിപ്പൊളിച്ചു. അതിൽ 4-5 വലിയ ടിന്നുകൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം എടുത്ത് അയാൾ സൈഡിൽ കോടാലി കൊണ്ട് വെട്ടി. പുറത്തേക്കൊഴുകിയ ദ്രാവകം ആശയുടെ നേരെ പലകയിലൂടെ ഒഴുകി വന്നു. തൻ്റെ മൂക്കിനടുത്ത് വരെ എത്തിയ അതിൻ്റെ ഗന്ധം പെട്ടെന്ന് മനസ്സിലായി. മണ്ണെണ്ണ. അയാളത് മുറിയാകെ ഒഴിക്കുകയായിരുന്നു. അച്ഛാ! ആശ നിലവിളിച്ചുകൊണ്ട് ഇഴഞ്ഞു ചെന്ന് അയാളുടെ കാലിൽ പിടിച്ച് തടയാൻ ശ്രമിച്ചു. ശേഖരപിള്ള കാലിട്ടെന്നുകൊണ്ട് അവളുടെ തലയ്ക്കടിച്ചു. വെട്ടിപ്പൊളിച്ച ബാഗം നെറ്റിയിൽ കൊണ്ട് മുറിഞ്ഞു. വീണ്ടും ചോരയൊഴുകി. തല മന്ദിക്കുന്നതായി ആശയ്ക്ക് അനുഭവപ്പെട്ടു. ബോധമുണ്ടെങ്കിലും ഒന്നനങ്ങാനോ ശബ്ദിക്കാനോ കഴിഞ്ഞില്ല. അയാൾ ആ വീട് മുഴുവൻ പെട്ടികളിലും ഭിത്തികളിലും തറയിലും ഓരോ മുറിയിലും മണ്ണെണ്ണ ഒഴിച്ചു. എല്ലാ ടിന്നുകളും കാലിയാക്കിയിട്ട്
വളരെ ഉത്തരവാദിത്വത്തോടെ തന്റെ ജോലി ഭംഗിയായി ചെയ്ത സംതൃപ്തിയോടെ മദ്യക്കുപ്പിയെടുത്ത് ബാക്കിയുണ്ടായിരുന്ന മദ്യം വായിലേക്ക് കമിഴ്ത്തി. പിന്നെ മകളെ നോക്കി ഏറ്റവും വികൃതമായി പല്ലിളിച്ചു. നിന്നെ ഞാൻ ചുട്ടു തിന്നാൻ പോകുക. അയാൾ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കടിച്ചു പിടിച്ചു. പിന്നെ തീപ്പെട്ടി ഉരച്ചു. ആദ്യത്തെ കൊള്ളി കത്താതിരുന്നപ്പോൾ തെറി വിളിച്ചുകൊണ്ട് മറ്റൊന്നുരച്ചു. അത് കത്തി. തീ കെടുന്നതിന് മുമ്പ് കൊള്ളി ആഷയുടെ മുന്നിലെ മണ്ണെണ്ണയിലേക്കിട്ടു. തീ പിടിക്കുന്നതിന് മുമ്പ് ആഷ അതിന്റെ മുകളിലേക്ക് ഉരുണ്ടു. ശരീരം പൊള്ളിയതല്ലാതെ തീ പിടിച്ചില്ല. അവളുടെ ആ പ്രവൃത്തി വൃദ്ധനെ രസിച്ചു. അയാൾ കുലുങ്ങിച്ചിരിച്ചു. മറ്റൊരു കൊള്ളി വലിച്ച് അവളുടെ മറുവശത്തേക്കിടാൻ തുടങ്ങി. അവൾ അവിടേക്കായുന്നത് കണ്ട് അയാൾ നിർത്തി. തീക്കമ്പ് കെട്ടുപോയി. അയാൾ കൊള്ളി ആഷയുടെ നേരെ എറിഞ്ഞിട്ട് മദ്യക്കുപ്പി വായിലേക്ക് കമിഴ്ത്തി. പകുതിയോളം അതിൽ അവശേഷിച്ചിരുന്നു. പെട്ടെന്ന് ആഷ സർവശക്തിയുമെടുത്ത് അയാളുടെ നേരെ ഉരുണ്ട് കാലുകളിൽ ആഞ്ഞു ചവിട്ടി. വെട്ടിയിട്ടതുപോലെ ശേഖരപിള്ള പലകത്തട്ടിൽ വീണു. കുപ്പി മദ്യമൊഴുകിക്കൊണ്ട് ആഷയുടെ നേരെ ഉരുണ്ടുവന്നു. കയ്യിൽ കിട്ടിയ കുപ്പി ആഷ വായിലേക്ക് കമിഴ്ത്തി. തന്റെ സിരകളെ ഉത്തേജിപ്പിക്കാൻ മദ്യത്തിന് കഴിയുമെന്നവൾക്കറിയാമായിരുന്നു. ശ്വാസം വിടാതെ കുപ്പി കാലിയാക്കി. വൃദ്ധൻ പിടഞ്ഞെഴുന്നേറ്റപ്പോൾ ആ കുപ്പിയുടെ അടി പലകയിൽ നിന്ന് അല്പം ഉയർന്നു നിൽക്കുന്ന ആണിയിലടിച്ചു പൊട്ടിച്ചു. വീഴ്ചയിലുണ്ടായ വേദനയിൽ കലികയറിയ വൃദ്ധൻ എഴുന്നേറ്റ് ആഷയെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാനായി മുന്നോട്ടാഞ്ഞു. ഇടി പട്ടി! ആ കൈകൾ തന്നെ സ്പർശിക്കുന്നതിന് മുമ്പായി ആഷ കിടന്ന കിടപ്പിൽ കുപ്പി ഉയർത്തി. കിഴവന്റെ വയറ്റിലൂടെ കൂർത്ത കുപ്പിച്ചില്ലുകൾ പാഞ്ഞു കയറി. അവളുടെ മുകളിലേക്ക് വീഴാനായി വില്ല് പോലെ വളഞ്ഞ ശേഖരപിള്ളയുടെ വയറ്റിൽ തറച്ച കുപ്പിക്കകത്തുകൂടി ഒഴുകിയ ചോര ആഷയുടെ മുകളിൽ വീണു. ഒരു നിലവിളിയോടെ അയാൾ താഴെ വീണു. ആഷ കുപ്പി വലിച്ചൂരി വീണ്ടും കുത്തി. മദ്യം പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ആഷ എഴുന്നേറ്റ് നിന്ന് നിലത്ത് കിടന്ന് പിടയുന്ന അച്ഛനെ നോക്കി. മോളെ! ചോരയിൽ കിടന്ന് പിടയുന്ന ആ മനുഷ്യൻ നിലവിളിച്ചു. ഭൂ! ആഷ അയാളുടെ നേരെ കാർക്കിച്ചു തുപ്പി. അത് ചോരയായിരുന്നു. തന്റെ നേരെ ഉരുണ്ടുവന്ന അയാളെ ചവിട്ടി മറിച്ചിട്ടു. തറയിൽ കിടന്ന തീക്കൊള്ളി ആഷ എടുത്തു. ആദ്യത്തെ കൊള്ളി തന്നെ കത്തി. അത് തറയിലേക്കിട്ടു. ഒരു നിമിഷം കൊണ്ട് തീയാളി. തീയിൽ കിടന്ന് അച്ഛൻ കത്തി. ഒരു തീപ്പന്തം പോലെ ഉരുളുന്നത് ആഷ തെല്ലൊരാഹ്ലാദത്തോടെ നോക്കി നിന്നു. തന്റെ നേരെ തീ പാഞ്ഞു വരുന്നത് കണ്ട് പിന്നോട്ട് മാറി. പുറത്തിറങ്ങി വാതിലടച്ചു. ഒരു മരത്തിനടുത്ത് ചെന്ന് അതിന്റെ കടക്കലെ കരിയിലകളിൽ തളർന്നിരിക്കുമ്പോൾ ആ വീട് കത്തിയെരിയുന്നത് അർദ്ധബോധാവസ്ഥയിലെന്ന വണ്ണം ആശാദേവി കാണുന്നുണ്ടായിരുന്നു. ഒരിക്കൽ മാത്രം അതിനുള്ളിൽ നിന്ന് നിലവിളി കേട്ടു. കാറ്റ് വീശുന്നുണ്ടായിരുന്നു. തീയും പുകയും ആ വീടിനെ ഗ്രസിച്ചു. അത് വൃക്ഷത്തലപ്പുകളോളം മുകളിലേക്കുയർന്നു. അതിന്റെ മേൽക്കൂര തകർന്നു വീണപ്പോൾ ആഷ എഴുന്നേറ്റ് നടന്നു. കാലുകൾ കുഴഞ്ഞു വീണു. കാട്ടിലൂടെ ഇഴഞ്ഞപ്പോൾ ബോധം നഷ്ടപ്പെട്ടു. ബോധം വീണപ്പോൾ മഴയായിരുന്നു. വായ തുറന്നു വെച്ച് വെള്ളം ആവോളം കുടിച്ചു. പിന്നെയും ഇഴഞ്ഞു. ആരോ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നി. മഴ കഴിഞ്ഞ് സന്ധ്യയായ മട്ടാണ്. ചുറ്റും കാട്ടുചെടികൾ. കുറ്റിച്ചെടികൾ ഇളകുന്നത് കണ്ട് മിഴിച്ചു നോക്കിയപ്പോൾ 2 കൊമ്പുകൾ ഉയർന്നു വരുന്നത് കണ്ടു. വള്ളിപ്പടർപ്പുകൾക്ക് മുകളിൽ വികൃതമായ തല പ്രത്യക്ഷപ്പെട്ടു. ഒരു നിലവിളിയോടെ ആഷ ബോധം കെട്ട് വീണു. ബോധം വരുമ്പോൾ തന്റെ മാറിലൂടെയും വയറ്റിലൂടെയും 2 കൈകൾ ഇഴയുന്നത് ആഷ അറിഞ്ഞു. കണ്ണു തുറന്നപ്പോൾ ആ ഭീകരരൂപം കണ്ടു. കത്തി നിൽക്കുന്ന കൊഴുപ്പ് പന്തലിന്റെ വെളിച്ചത്തിൽ തൈതൽ തട്ടിൽ കിടക്കുന്ന തന്റെ നഗ്ന ശരീരം ആഷയ്ക്ക് കാണാൻ കഴിഞ്ഞു. മാറിൽ നിന്ന് വയറ്റിലേക്ക് ഒഴുകിയ കൈകൾ കാൽവെള്ള വരെ നീണ്ടു. വീണ്ടും അത് മുകളിലേക്ക്. അധ്യായം 48. പന്തത്തിന്റെ വെളിച്ചത്തിൽ തന്റെ മുഖത്തിന് നേരെ താണു വരുന്ന മൃഗക്കൊമ്പ് ധരിച്ച ഭീകരരൂപം ആഷാദേവി കണ്ടു. കൈമുട്ടുകളിൽ വെച്ച് ഒടിച്ചെടുത്തതുപോലെ വേദനയുണ്ടായപ്പോൾ ആഷ നിലവിളിച്ചു. അതോടെ ബോധം മറഞ്ഞു. വീണ്ടും ബോധം വരുമ്പോൾ പകലായിരുന്നു. ആ വീടിനകത്ത് വെളിച്ചം കിട്ടാനായി പന്തം കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. മൃഗക്കൊഴുപ്പിന്റെയും മരുന്നുകളുടെയും ഗന്ധം അവിടെ നിറഞ്ഞു നിന്നു. ആഷാദേവി ഞരങ്ങിയപ്പോൾ ഒരു യുവതി ഓടി വന്നു. തലമുടി പിന്നിട്ട് പൂക്കൾ ചൂടിയ അവൾക്ക് വട്ടമുഖമായിരുന്നു. വലിയ കണ്ണുകളും തടിച്ച ചുണ്ടുകളുമുള്ള ആദിവാസി യുവതി. സിൽക്ക് കൊണ്ടുള്ള ബ്ലൗസാണ് അവൾ ധരിച്ചിരുന്നത്. അവൾ വന്ന് ആഷയെ കുനിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ മുഴുത്ത മാറിടങ്ങൾ ഇളകുന്നത് കണ്ടു. ആഷയ്ക്ക് ബോധം തെളിഞ്ഞത് കണ്ട് അവൾ ചിരിച്ചു. മൂപ്പ, മൂപ്പ, അവൾ വിളിച്ചു. നീ ആരാ? ഞാൻ എവിടെയാ? ആഷാദേവി ഓർമ്മയിൽ നിന്ന് വാക്കുകൾ തപ്പിയെടുത്തു ചോദിച്ചു. അതിനിടെ 3 പ്രാവശ്യം നാവ് നീട്ടി അധരങ്ങൾ നനച്ചിരുന്നു.
ആശ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവൾ അത്ഭുതം കൂറി. താടി നരച്ച ഒരു വൃദ്ധനും ചെറുപ്പക്കാരനും വീടിനകത്തേക്ക് വരുന്നത് കണ്ട് ആശാദേവി ആ തൈതൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആശയെ പുതപ്പിച്ചിരുന്ന തുണി മാറിൽ നിന്ന് ചുരുണ്ടു വീണു. വിവസ്ത്രയായ മാരടം കണ്ട് ആശ നാണിച്ചു ചുരുണ്ടുപോയി. ആ തുണിയെടുത്ത് മറയ്ക്കാൻ കൈ ചലിപ്പിച്ചെങ്കിലും എല്ലുകൾ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നത് പോലെയുള്ള വേദനയായിരുന്നു. അവളുടെ പരിഭ്രാന്തി കണ്ട് വൃദ്ധൻ അവളെ സാവകാശം പിടിച്ചു കിടത്തി. തുണി ഉയർത്തി കഴുത്തുവരെ പുതപ്പിച്ചു. പിന്നെ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ മൂപ്പൻ പെണ്ണിനോട് എന്തോ പറഞ്ഞു. അവൾ മൺപാത്രത്തിൽ ചൂടുള്ള എന്തോ കൊണ്ടുവരുന്നത് കണ്ടു. മൂപ്പൻ ആശയോട് വായ തുറക്കാൻ ആംഗ്യം കാണിച്ചു. ആശ വായ തുറന്നു. മൂപ്പൻ മൺചട്ടിയിലെ കൊഴുത്ത ദ്രാവകം മരത്തവി കൊണ്ട് അല്പാൽപമായി അവൾക്ക് ഒഴിച്ചു കൊടുത്തു. 1-2 ഇറക്ക് കുടിച്ചപ്പോൾ അതിന്റെ രുചി മനസ്സിലായി. മധുരവും പുളിയും എരിവും കയ്പും മാറി മാറി വരുന്ന ഒരു അനുഭവം. ഒരു പക്ഷേ സ്വാദ് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് ആശ ചിന്തിച്ചു. ആ ചൂട് ദ്രാവകം നെഞ്ചിലൂടെ ഒഴുകി വയറ്റിലെത്തി ശരീരമാകെ വ്യാപിക്കുന്നതായി ആശ മനസ്സിലാക്കി. മരിക്കാറായ ശരീരത്തിലേക്ക് ജീവൻ പടരുന്നത് പോലെ. ചട്ടിയിൽ നിന്ന് കോരിയെടുക്കുന്ന ആ ദ്രാവകത്തിന് പച്ച നിറമാണെന്ന് ആശാദേവി കണ്ടു. കാട്ടിലകളും പച്ചമരുന്നും ചേർത്തതാണത്. കുടിച്ചു കഴിഞ്ഞപ്പോൾ മയങ്ങിപ്പോയി. എന്തോ മന്ത്രോച്ചാരണങ്ങൾ കേട്ടാണ് കണ്ണു തുറന്നത്. അപ്പോൾ തന്റെ വലതുഭാഗത്തായി ഒരു അഗ്നികുണ്ഠം കണ്ടു. മൃഗക്കൊമ്പ് ശിരസിലണിഞ്ഞ് മുഖത്ത് ചുവപ്പും വെളുപ്പും നീലയും വരകളും പൊട്ടുകളും ഉണ്ടാക്കിയ ഒരുവൻ മന്ത്രോച്ചാരണങ്ങളോടെ എന്തോ തീയിലേക്കിടുന്നു. അത് താൻ ആദ്യം കണ്ട ചെറുപ്പക്കാരനാണെന്ന് ആശ മനസ്സിലാക്കി. ഒരു കോണകം മാത്രമേ അയാൾ ധരിച്ചിരുന്നുള്ളൂ. തീക്ക് മുകളിൽ 3 കോഴികളെ തൂവലുകൾ കളഞ്ഞ് തലകീഴായി കെട്ടിത്തൂക്കിയിരിക്കുന്നു. അവയുടെ കഴുത്തിൽ മുറിവുണ്ടാക്കിയിരുന്നു. ചോര ചുണ്ടുകളിലൂടെ തീയിൽ വീണെരിയുന്നു. മുറി മുഴുവൻ അതിന്റെ ചൂടും ഗന്ധവും നിറഞ്ഞു നിന്നു. അയാളുടെ വലതുവശത്തായി മൂപ്പൻ കണ്ണടച്ചിരിക്കുന്നുണ്ട്. കയ്യിൽ അധികാരവടി. അതിന്റെ അഗ്രത്ത് ഒരു മനുഷ്യന്റെ തലയോട്ടി. ഒരു പല്ലുപോലും പൊഴിഞ്ഞിട്ടില്ലാത്ത തലയോട്. അതിന്റെ കൺകുഴികളിൽ 2 ചുവന്ന പൂക്കൾ. അതിൽ കോഴിച്ചോര ഒഴിച്ചിരിക്കുന്നു. തീയുടെ മുന്നിൽ നിന്ന് 3 യുവതികൾ ആടി നൃത്തം വയ്ക്കുന്നു. അരവസ്ത്രവും മുലക്കച്ചകളും മാത്രമേ അവർ ധരിച്ചിരുന്നുള്ളൂ. കഴുത്തിൽ ചുവപ്പ് മാലകൾ ധരിച്ചിരിക്കുന്ന അവരുടെ ശരീരം വിയർത്ത് തിളങ്ങുന്നുണ്ടായിരുന്നു. മന്ത്രോച്ചാരണം വേഗത്തിലായി. ആ മുറിയിലും വാതിൽക്കലും പുറത്തുമായി ധാരാളം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉണ്ടായിരുന്നു. അതുവരെ മന്ദഗതിയിലായിരുന്ന മുളംകുഴലിന്റെ താളം അല്പം കൂടി ഉച്ചത്തിലായി. കോങ്കോ ഡ്രമ്മിൻ്റേതുപോലെ ഉത്തേജിപ്പിക്കുന്ന താളമായിരുന്നു അത്. ചെറുപ്പക്കാരൻ തീക്കുള്ളിൽ നിന്ന് കനലുകൾ കൈകൾ കൊണ്ട് വാരി ഒരു പാത്രത്തിലേക്കിട്ടു. അതിൽ കിടന്ന പൊടി കുന്തിരിക്കം പോലെ പുകഞ്ഞു. അയാൾ അതുമായി ആശയുടെ ചുറ്റും നടന്നു. തട്ടിനടിയിലും തലയ്ക്കും മുഖത്തിനു ചുറ്റും മന്ത്രോച്ചാരണങ്ങളോടെ അയാളത് കറക്കി. പിന്നീടത് ഒരലർച്ചയോടെ തീയിലിട്ട് ദഹിപ്പിച്ചു. ആ മുറി മുഴുവൻ നിറച്ചുകൊണ്ട് തീയും പുകയും ഉയർന്നു. ആ പുക മുഴുവൻ ശ്വസിച്ചിട്ടും ശ്വാസം മുട്ടുന്നില്ലെന്ന് ആശ അത്ഭുതത്തോടെ ഓർത്തു. അതെല്ലാം അവർ ചെയ്യുന്നത് തനിക്ക് വേണ്ടിയാണെന്നും ഓർത്തു. കോഴികളെ തീക്ക് മുകളിലേക്ക് തിരിച്ചു. തീയിൽ നിന്ന് കൂടുതൽ പന്തങ്ങൾ കൊളുത്തപ്പെട്ടു. താളങ്ങൾ ഉച്ചത്തിലായി. കാതടപ്പിക്കുന്ന താളങ്ങൾ. പെണ്ണുങ്ങൾ അതിദ്രുതം കാലുകൾ ഇളക്കി നൃത്തം വെച്ചു. അവരുടെ മാരടങ്ങളും അരക്കെട്ടും അസാമാന്യ വേഗതയിൽ ചലിച്ചുകൊണ്ടിരുന്നു. അറിയാതെ കൈകാലുകൾ ഇളകിപ്പോകുന്ന താളങ്ങളായിരുന്നു അത്. എത്ര ശ്രമിച്ചിട്ടും ആശാദേവിക്ക് ശ്രദ്ധ തിരിക്കാൻ കഴിഞ്ഞില്ല. താനും ചാടി എണീറ്റ് നൃത്തം വയ്ക്കുമെന്ന് തോന്നി. കൊച്ചുകുട്ടികൾ പോലും മുന്നോട്ട് വന്ന് ചുവടുകൾ വെച്ച് ശരീരമിളക്കി. ആശയുടെ വിരലുകൾ തരിച്ചു. കാൽവിരലുകൾ അനങ്ങി. അരക്കെട്ടിൽ ഒരിളക്കം. ചുമലുകൾ അനങ്ങുന്നത് പോലെ, ശിരസ് തരിക്കുന്നത് പോലെ. ആശ ആ തട്ടിൽ മുന്നോട്ട് കുതിച്ച് എഴുന്നേറ്റിരുന്നു. ശരീരമാകെ വിയർത്ത് കുളിച്ചിരുന്നു. മുഖത്തുകൂടി വിയർപ്പ് ചാലുകൾ ഒഴുകി. പെട്ടെന്ന് താളം നിലച്ചു. നൃത്തം നിലച്ചു. ആശ പരിഭ്രമത്തോടെ അവരെ നോക്കുമ്പോൾ വൃദ്ധൻ തീക്ക് മുകളിൽ കിടന്ന ഒരു കോഴിയെ എടുത്ത് കാലുകൾ വലിച്ചു പറിച്ചു. ഒരു തുട ചെറുപ്പക്കാരൻ ഉയർത്തിയ പാത്രത്തിൽ മുക്കി ആശയുടെ നേരെ നീട്ടി. തിന്ന്. ആശ ആ മാംസം കടിച്ചു തിന്നു. യാതൊരു രുചിയും തോന്നിയില്ല. മാംസം കടിച്ചു തിന്നു. എല്ലാം കടിച്ചു തിന്നു. ആ തുട മുഴുവൻ ആശാദേവി ചവച്ചരച്ചു തിന്നു. അത്രയ്ക്ക് വിശപ്പായിരുന്നു.
ചെറുപ്പക്കാരൻ ഉയർത്തിയ പാത്രത്തിലെ മരുന്നും കുടിച്ചു. ബാക്കിയുള്ള കോഴികളെ എല്ലാവരും വീതം വച്ച് ഭക്ഷിക്കുന്നത് ആശ കണ്ടു. എല്ലുകൾ പോലും ആ പെണ്ണുങ്ങൾ കടിച്ചു പൊട്ടിച്ചു തിന്നു. ഹോമാഗ്നി അണഞ്ഞു. എല്ലാവരും പുറത്തുപോയി. രാത്രി വന്നു. പിറ്റേ ദിവസം മൂപ്പനും ചെറുപ്പക്കാരനും ആ സുന്ദരിയും വന്നു. "നാൻ ഈ കാട്ടുക്ക് രാജ," വൃദ്ധൻ പറഞ്ഞു. "ഇവൻ ഏൻ മകൻ മാടൻ, ഇവളു ഇവനുടെ പൊണ്ണ് ദുർഗ." പെണ്ണും ചെറുപ്പക്കാരനും ആശയെ നോക്കി ചിരിച്ചു. "ഇപ്പോ നീ അപകടമില്ലാതെ ഇറുക്കും. ഉടലിലെ 77 മുറിവുകൾ ഇറുന്നത് അത് എങ്ങനെ വന്നു?" "അപകടം പറ്റിയതാണ്," ആശ പറഞ്ഞു. ആ ചെറുപ്പക്കാരനാണ് തന്നെ കാട്ടിൽ വെച്ച് കണ്ടതെന്ന് ആശ തിരിച്ചറിഞ്ഞു. "ഇവിടെ നാട്ടുകാരുണ്ടോ?" "ഇല്ല, 30 മൈൽ അപ്പുറം താൻ നാട്ടു മനുഷ്യര്. ഞാനിവിടെ ഉള്ളത് ആരും അറിയരുത്. അതിൻ്റെ കാരണം ഞാൻ സാവകാശം പറയാൻ. ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് നാട്ടിൽ അറിയുന്നതിനേക്കാൾ നിങ്ങൾ തന്നെ എന്നെ കൊല്ലുന്നതാണ്. അവർക്ക് മലയാളം മനസ്സിലാകുമെന്നും നാട്ടുകാരുമായി ബന്ധമുണ്ടെന്നും മനസ്സിലാക്കിയ ആശ അപേക്ഷിച്ചു. അവർ മുഖത്തോട് മുഖം നോക്കി. "ഇല്ല, ഞങ്ങൾ പറയൂല. നീ ആരാണ്?" വൃദ്ധൻ ചോദിച്ചു. "എല്ലാം ഞാൻ പറയാം. എനിക്കിപ്പോൾ കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഉടനെ സുഖം പ്രാപിക്കുമോ?" "നിന്റെ ഈ കൈ ഒടിഞ്ഞു," വൃദ്ധൻ ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. താൻ സംശയിച്ചത് ശരിയാണെന്ന് ആശ ഓർത്തു. ആ ദുഷ്ടന്മാർ ബോധമില്ലാതെ കിടന്ന തന്റെ കൈകൾ പിടിച്ചൊടിച്ചു. തലയിൽ മുടി പറഞ്ഞ് പഴുത്തു. മേലാകെ മുറിവുണ്ട്. ഭേദം വരാൻ 6 മാസം വരും. ആശയുടെ കണ്ണ് തള്ളിപ്പോയി. ഇപ്പടി നടക്കാൻ 1 മാസം, മുറിവ് ഉണങ്ങുന്നതൊക്കെ 3 മാസം. കണ്ണ്, മൂക്ക്, പല്ല് ഒന്നും ശരിയല്ല, എല്ലാം മുറിവ്. വൃദ്ധൻ പറഞ്ഞത് ശരിയാണെന്ന് കുറെ കഴിഞ്ഞ് ദുർഗ കുളിക്കാൻ കൊണ്ടുപോയപ്പോൾ മനസ്സിലാക്കി. എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. കഷ്ടിച്ച് നിവർന്നിരിക്കാം. പച്ച മരുന്നിട്ട് വെള്ളം തിളപ്പിച്ച വലിയ പാത്രത്തിലേക്ക് മാടനാണ് കരുത്തുറ്റ കൈകൾ കൊണ്ട് താങ്ങിയെടുത്തു കൊണ്ടുപോയത്. ചൂടുവെള്ളത്തിൽ ആശ നഗ്നയായി ബോധമറ്റ നിലയിൽ കിടന്നു. രോമകൂപങ്ങൾക്കിടയിലൂടെ ചൂട് ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നു. ദുർഗ സ്നേഹപൂർവം ആശയുടെ അടുത്ത് വന്ന് തേച്ചു കുളിപ്പിച്ചു. കുളി കഴിഞ്ഞ് പഴയപടി കിടത്തി. കിഴങ്ങും മീനും കാട്ടുപക്ഷികളെ ചുട്ടതും തിന്നാൻ കൊടുത്തു. നാട്ടുകാർ അവജ്ഞയോടെ വീക്ഷിക്കുന്ന ആദിവാസികൾ. അവരെത്ര നല്ലവരാണ്! നാടിനേക്കാൾ എത്ര പരിശുദ്ധമാണീ കാട്! ആശാദേവി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. താൻ മാസങ്ങളോളം ഇവിടെ കിടക്കേണ്ടി വരും. സുഖം പ്രാപിക്കുമെന്ന് എന്താണുറപ്പ്? നഗരത്തിൽ പോയി വിദഗ്ധ ചികിത്സ നേടാൻ കഴിയില്ല. എങ്ങനെ അവിടെ എത്തും? ഒരു തുണി പോലും തനിക്കില്ല. നഗരത്തിൽ ചെന്നാൽ ആളുകൾ അറിയും. തൻ്റെ ശത്രുക്കൾ അറിയും. പത്രക്കാർ അറിയും. തൻ്റെ കഥ പൊടിപ്പും തൊങ്കലും വെച്ച് പത്രങ്ങളും മാസികകളും എഴുതും. ആളുകൾ അവ വായിച്ച് രസിക്കും. എൻ്റെ ബാലേട്ട, ഈ ഉള്ളവളുടെ കഥ അങ്ങ് അറിയുന്നുണ്ടോ? സ്വർഗത്തിലിരുന്നാൽ ഭൂമി കാണാമോ? ആശാദേവി കരഞ്ഞുപോയി. ഒരാഴ്ച കഴിഞ്ഞ് നാട്ടിൽ സാധനങ്ങൾ വാങ്ങാൻ പോയവരുടെ കൂടെ മാടൻ ഉണ്ടായിരുന്നു. അയാൾ തിരിച്ചു വന്നപ്പോൾ ഒരു പ്രമുഖ പത്രത്തിന്റെ കോപ്പി ആശയെ ഉയർത്തിക്കാണിച്ചു. അതിൽ തന്റെ വലിയ ഫോട്ടോ കണ്ട് ആശ കണ്ണുമിഴിച്ചു. അവളത് തട്ടിപ്പറിച്ചു. ശ്വാസം അടക്കിപ്പിടിച്ച് തന്റെ ഫോട്ടോയിലേക്ക് നോക്കി. അധ്യായം 49. DSP ആശാദേവി കൊല്ലപ്പെട്ടു. കഞ്ചാവ് കൃഷിക്കാരെയും മയക്കുമരുന്ന് കള്ളക്കടത്തുകാരെയും വേട്ടയാടുന്ന ശ്രമത്തിലേർപ്പെട്ടിരുന്ന SP ആശാദേവി ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. അവർ സഞ്ചരിച്ചിരുന്ന ജീപ്പ് കാട്ടിൽ തകർക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. കഞ്ചാവ് കൊള്ളക്കാരുടെ സങ്കേതമെന്ന് കരുതപ്പെടുന്ന കൊടും കാട്ടിനുള്ളിലെ ഒരു വീട് മുഴുവൻ കത്തി നശിച്ച രീതിയിൽ കാണപ്പെട്ടു. അതിലെ ചാരക്കൂനയ്ക്കിടയിലാണ് കത്തി നാമാവശേഷമായ SP-യുടെ ശരീരം കണ്ടെത്തിയത്. SP ആശാദേവിയുടെ ഭർത്താവ് ഡോക്ടർ ബാലചന്ദ്രന്റെ പേര് കൊത്തിയ സ്വർണ്ണമോതിരവും SP-യുടെ റിസ്റ്റ് വാച്ചും പോലീസ് തിരിച്ചറിഞ്ഞു. മരണം സംഭവിച്ച് ഒരാഴ്ച കഴിഞ്ഞാണ് പോലീസിന് ഈ ദുരന്തം നടന്ന സ്ഥലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. കനത്ത പേമാരിയും മഞ്ഞും കാരണം അന്വേഷണം തന്നെ തടസ്സമായിരിക്കുന്നു. ഇതുവരെയും പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പത്ര റിപ്പോർട്ട് ആ രീതിയിൽ നീണ്ടുപോയി. ആശയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് മാടൻ. സാറ് പോലീസാ? അവൻ ചോദിച്ചു. തന്റെ യൂണിഫോം ധരിച്ചതും അല്ലാത്തതുമായ ഫോട്ടോകൾ പത്രത്തിലുള്ളത് അവൻ ശ്രദ്ധിച്ചു. മനസ്സിലാക്കിയെന്ന് ആശാദേവിക്കുറപ്പായി. ആശ തലയിളക്കി. അവൻ പരിഭ്രാന്തിയോടെ എന്തൊക്കെയോ പറഞ്ഞു. ഭയപ്പെടേണ്ടെന്ന് ആശയവനെ ആംഗ്യത്തിൽ സമാധാനിപ്പിച്ചു. മൂപ്പനും ദുർഗയും അവിടേക്ക് വന്നു.
അവരും ആകെ പരിഭ്രമിച്ചിരുന്നു. ടൗണിൽ ചെന്നപ്പോൾ പലചരക്ക് കടയിലാണ് ആ പത്രം കണ്ടത്. വായിക്കാൻ അറിയില്ല. പടം കണ്ട് മാടൻ എടുത്തുകൊണ്ട് വരികയായിരുന്നു. തങ്ങൾ ആഷയെ രക്ഷിച്ചതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഭയമുണ്ടായിരുന്നതിനാൽ അവർ തങ്ങളുടെ ഊരിലുണ്ടെന്ന് അവൻ പറഞ്ഞില്ല. ആശാദേവി തന്റെ കഥ അവരോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ആ കൊലയാളികളെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരെ എല്ലാം വിഷം പുരട്ടി അമ്പെയ്ത് കൊന്നുകളയാമെന്ന് മാടൻ പറഞ്ഞു. അവൻ തന്റെ കഴിവ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വൈകുന്നേരം ചേക്കേറാനായി തന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയ മൈനകളിലൊന്നിനെ ആശ ചൂണ്ടിക്കാണിച്ചു. മാടൻ അതിന്റെ വരെ മുമ്പിൽ ഒരമ്പ് വിട്ടു. കൃത്യം അവൾ ചൂണ്ടിക്കാണിച്ച മൈന താഴെ വീണു. രാത്രി ആശാദേവി ചിന്തിച്ചു, താൻ മരിച്ചുവെന്നവർ കരുതുന്നു. സത്യത്തിൽ തന്റെ അച്ഛനാണ് മരിച്ചത്. അവർക്ക് കിട്ടിയ തെളിവ് വെച്ച് അത് താനാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ആ അസ്ഥികൾ ലാബിലയച്ചാൽ മരിച്ചത് താനല്ലെന്ന് മനസ്സിലാവും. ഒരു പക്ഷേ ആ തീക്കുള്ളിൽ നിന്ന് കൂടുതൽ അസ്ഥി കഷ്ണങ്ങളൊന്നും കിട്ടിയില്ലായിരിക്കും. അടിയിലും മുകളിലും സൈഡിലുമെല്ലാം കനമുള്ള പലകകളല്ലായിരുന്നോ മരം കൊണ്ടുണ്ടാക്കിയ വീട്? പോലീസിന് കേസ് അവസാനിപ്പിക്കാൻ ഇത്രയും തെളിവുകൾ ധാരാളം മതി. പരാതിക്കാർ ആരുമില്ലല്ലോ. പക്ഷേ ഗിരീഷ് ചോപ്രയും നേതാവും ശേഖരപിള്ളയും എവിടെയെന്ന് ചിന്തിച്ചാലോ? അടുത്ത നിമിഷം തന്നെ ആശ മറിച്ച് ചിന്തിച്ചു. അവർ അത്രയ്ക്ക് മെനക്കെടാനൊന്നും പോവില്ല. തന്നെ ഇല്ലാതാക്കുക മാത്രമേ അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ. താൻ ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെടുകയില്ലെന്നവർക്കുറപ്പാണ്. കിളവൻ തിരിച്ചു ചെല്ലണമെന്ന് അവരൊട്ടാഗ്രഹിക്കുന്നുമില്ല. തന്നെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ ഏതു രീതിയിൽ പുരോഗമിക്കുന്നെന്നറിയാൻ ആശയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. പത്രങ്ങൾ കൊണ്ടുവരുന്നതിനെപ്പറ്റി മൂപ്പനുമായി ആലോചിച്ചു. ദിവസവും 30 മൈൽ നടന്ന് ആനക്കാട്ടിലൂടെ ടൗണിലേക്ക് പോകുന്നവരില്ല. ആ കുടിയിലേക്ക് സാധനങ്ങൾ വാങ്ങാനും സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കാനുമായി അവർ ആഴ്ചയിലൊരിക്കലേ പോകാറുള്ളൂ. കിട്ടാവുന്ന രീതിയിലൊക്കെ പത്രം വാങ്ങിപ്പിക്കാമെന്ന് മൂപ്പൻ വാക്കുകൊടുത്തു. മാത്രമല്ല അതിനൊരു രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് ആരെയെങ്കിലും പറഞ്ഞുവിടാനും വയ്യ. രാത്രിയിൽ ആശയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തന്റെ അപ്പുറത്ത് വാതിൽ തുറന്ന് മാടൻ പ്രവേശിക്കുന്നത് അവൾ മനസ്സിലാക്കി. ദുർഗ ഉറങ്ങുന്നത് അവിടെയാണ്. കുടി മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞു. ലക്ഷ്മണന്റെ ഉടുക്കുപാട്ടും ചന്താമന്റെ കാടൻ ശീലുകളും നിലച്ചു. ഈറ്റമറയ്ക്കുള്ളിലൂടെ നിലാവ് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. മാടനെ പ്രതീക്ഷിച്ച് കിടന്നതുപോലെ ദുർഗ എഴുന്നേറ്റ് ചെന്ന് അവനെ ആശ്ലേഷിക്കുന്നത് കണ്ടു. ചുംബനങ്ങളും സീൽക്കാരങ്ങളും. വല്ലാത്തൊരു പ്രേമപ്രകടനമായിരുന്നു അത്. അത്രയ്ക്ക് തീവ്രമായൊരു ഇണചേരൽ. മൃഗങ്ങളുടേതുപോലുള്ള കരുത്ത്. കാട്ടുകുതിരകൾ കുതിച്ചു പായുന്നത് പോലെ. സർപ്പങ്ങളെ പോലെ അവർ പുൽമെത്തയിൽ കിടന്ന് പുളഞ്ഞു. വളരെ കഴിഞ്ഞാണ് മാടൻ പോയത്. അപ്പോഴും ദുർഗ അവനെ ചേർത്ത് പിടിച്ച് വന്യമായി ഉമ്മ വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവൾ കൂർക്കം വലിച്ചുറങ്ങുന്നത് കണ്ടു. രാവിലെ യാതൊരു ക്ഷീണവുമില്ലാതെ അവൾ എഴുന്നേറ്റു. കടും ചായ തിളപ്പിച്ചു കൊണ്ടുവന്നു. രാത്രിയിൽ എന്തായിരുന്നു? ആശ കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഷാറ് അറിഞ്ഞോ? അവൾ നാണിച്ചുപോയി. പിന്നെ പറഞ്ഞു, എനക്ക് അവൻ വേണം. ഉശിരന, ഉടുമ്പിനെ പോലെ. ദുർഗ പറഞ്ഞു. അപ്പോഴും അവൾക്ക് നാണമുണ്ടായിരുന്നു. അവളുടെ കവിളിലും ചുണ്ടുകളിലും രക്തം തിണർത്ത പാടുകളുണ്ടായിരുന്നു. എന്നും ആ കാനനസുന്ദരി ശിരസിളക്കി. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? അതിനവൾ മറുപടി പറഞ്ഞില്ല. യാരോടും ചൊല്ലക്കൂടാതെ. അത്രയും പറഞ്ഞിട്ട് ആശാദേവിയെ കെട്ടിപ്പിടിച്ച് അവളൊരു ഉമ്മ കൊടുത്തു. പിന്നെ പളുങ്ക് ചിതർന്നതുപോലെ ചിരിച്ചുകൊണ്ട് പുറത്തേക്കോടി. ഏതോ പെൺകുട്ടി നീട്ടിപ്പാടുന്നത് കേട്ടു. അടുത്ത രാത്രികളിലും ആശ അത് കേട്ടു. ആഴ്ചതോറും വളരെ രഹസ്യമായി ആശാദേവിക്ക് പത്രമെത്തി. പല പത്രങ്ങൾ. 2 തന്നെ അവർക്ക് കിട്ടാൻ പ്രയാസമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി അല്പമൊക്കെ നടക്കാമെന്നായി. ഒരു രാത്രി ടൗണിൽ പോയി മടങ്ങി വന്ന മാടൻ ഒരാളെ ആശയുടെ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. പന്തത്തിന്റെ വെളിച്ചത്തിൽ ആശാദേവി അവനെ കണ്ടു. രവീന്ദ്രൻ. സാറേ, കൊച്ചമ്മേ. അവൻ ആശയുടെ കാൽക്കലിരുന്നു. ഇരുവർക്കും പിന്നീട് കുറെ മിനിറ്റുകളോളം സംസാരിക്കാൻ കഴിഞ്ഞില്ല. മൂപ്പനും ദുർഗയും വന്ന് സാറിനെ കാണാനെത്തിയ ആൾക്ക് തേനും കിഴങ്ങ് ചുട്ടതും കൊടുത്തു. ആശയെ നോക്കിയിരുന്ന അവൻ നിശബ്ദമായി കണ്ണീരൊഴുക്കി. ആശാദേവി പുതിയ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ 7-ാം ദിവസം തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വീടേൽപ്പിച്ചിട്ടാണ് പോയത്. പിന്നെ തിരിച്ചു വന്നില്ല. കാട്ടിൽ കത്തിയെരിഞ്ഞ അസ്ഥികൾ കണ്ടെന്നറിഞ്ഞപ്പോൾ
ചാരമെങ്കിലും ഒന്ന് പോയി കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിനെ പറ്റിയ ചുറ്റുപാടായിരുന്നില്ല. പോലീസുകാർ എന്തിനും ഏതിനും തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. തനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ താനും. അവസാനം സഹികെട്ടാണ് നാട്ടിലേക്ക് പോന്നത്. തന്റെ യജമാനന്മാരെല്ലാം നഷ്ടപ്പെട്ട ആ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, പോലീസ് സത്യത്തിന് നിരക്കാത്ത ചിലതെല്ലാം ചോദിക്കാൻ തുടങ്ങി. ആശാദേവിക്ക് ആരുമായൊക്കെ അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഭാര്യയില്ലാത്തപ്പോൾ ഡോക്ടർ ബാലചന്ദ്രൻ വേറെ സ്ത്രീകളെ അവിടെ കൊണ്ടുവരുമായിരുന്നോ? പ്രേമ സ്ഥിരമായി അവിടെ ഉണ്ടായിരുന്നോ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ രവീന്ദ്രൻ വിഷമിച്ചു. അവരുടെ ജോലിക്കാരനായതിൽ അവന് വെറുപ്പ് തോന്നിയതപ്പോഴാണ്. ചോദിക്കുന്നവന്റെ മുഖമടച്ച് ഒന്ന് കൊടുക്കാനാണ് തോന്നിയത്. പക്ഷെ പോലീസല്ലേ. നാട്ടിൽ അവന്റെ ഗ്രാമത്തിൽ ആളുകൾ പത്രത്തിൽ വാർത്തകൾ വായിക്കുന്നുണ്ടായിരുന്നു. പലരും അഭിപ്രായം ചോദിച്ചെങ്കിലും രവീന്ദ്രൻ ഒന്നും പറഞ്ഞില്ല. ഇന്നേതോ പത്രത്തിൽ ഡോക്ടർ ബാലചന്ദ്രന് ഏതോ ഒരു നഴ്സുമായി ബന്ധമുണ്ടായിരുന്നെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഡോക്ടറുടെ കൊലപാതകത്തിന്റെ അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. അത് വായിച്ച ഒരു സുഹൃത്ത് ചായക്കടയിൽ വെച്ച് രവീന്ദ്രനോട് ചോദിച്ചു, എടാ, ആ നഴ്സ് സുന്ദരിയായിരുന്നോടാ? പിന്നെ സുന്ദരിയല്ലാതിരിക്കുമോ? കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെന്നല്ലേ എഴുതിയിരിക്കുന്നത്? മറ്റൊരുവൻ, ഒത്തിരി സ്ത്രീകളെ അയാൾ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നോടാ? പറ, ഞങ്ങളൊന്ന് കേക്കട്ടെ. രവീന്ദ്രന് സഹിക്കാൻ കഴിഞ്ഞില്ല. മരിച്ചുപോയവരെ പറ്റി തോന്നിയാസം പറയരുത്. പിന്നെ അയാള് ദൈവമല്ലേ. കൂട്ടുകാർക്കതിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടല്ലേ തല്ലിക്കൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ചത്. തുണിയില്ലാത്ത ഒരുത്തിയായിരുന്നു കൂടെ. ഇവൻ വാതിലിന്റെ വിടവിലൂടെ എല്ലാം കാണുന്നുണ്ടായിരിക്കുന്നേ. അതുമൊരു സുഖമല്ലേ. നിന്റെ തന്തയാ കാണുന്നത്. പോക്കർത്തരം പറഞ്ഞാൽ കരണക്കുറ്റി ഞാൻ ചീത്തയാക്കും. രവീന്ദ്രൻ എഴുന്നേറ്റു. എന്റെ തന്തയ്ക്ക് പറഞ്ഞോടാ നീ? കൈ വീശിക്കൊണ്ട് കൂട്ടുകാരൻ എഴുന്നേറ്റു. പക്ഷേ രവീന്ദ്രൻ അവന്റെ കൈ തടുത്തിട്ട് കരണക്കുറ്റിക്കൊന്ന് കൊടുത്തു. കണ്ടു നിന്നവർ പകച്ചുപോയി. മേലാൽ അവരെപ്പറ്റി അപവാദം പറയരുത്. നിനക്കൊന്നും അവർ പക്ഷേ ആരുമല്ലായിരിക്കും. എനിക്കവര് നല്ലവരാ. ഉണ്ട ചോറിന് ഞാൻ നന്ദികേട് കാണിക്കൂല. അവരെ കൊന്ന നാറുകളൊന്നും ഗുണം പിടിക്കുകയില്ല. രവീന്ദ്രൻ പുറത്തേക്കിറങ്ങി നടന്നു ദേഷ്യത്തോടെ. അല്പം കഴിഞ്ഞപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു, ചേട്ടാ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആദിവാസി യുവാവ് നിൽക്കുന്നു. നീയാരാ? എന്നാ വേണം? ചേട്ടന് ആശാദേവി സാറിനെ അറിയാമോ? അയാൾ ചോദിച്ചു. എന്താ? ചേട്ടൻ കടയിൽ വെച്ച് അവരെ തല്ലുന്നത് ഞാൻ കണ്ടു. ചേട്ടന് അവരോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നണു. നീ എങ്ങനെയാടാ കാടാ അവരെ അറിയണത്? പിന്നീട് അവർ തുറന്ന് സംസാരിച്ചു. രവീന്ദ്രനെ കണ്ടുകിട്ടിയത് എന്റെ ഭാഗ്യം, ആശാദേവി പറഞ്ഞു. പിന്നീട് മാസങ്ങളോളം രവീന്ദ്രൻ ആശാദേവിയെ കാട്ടിലെ ആദിവാസി കുടിലിൽ പോയി കണ്ടു. 6-7 മാസം കൊണ്ട് ആശാദേവി സുഖം പ്രാപിച്ചു. അതിനിടെ മാടന്റെ സഹായത്താൽ ആശ പുതിയ ആയോധന വിദ്യകൾ പഠിച്ചു. പത്രത്തിൽ ഇലക്ഷന്റെ വാർത്തകളുണ്ടായിരുന്നു. കാട്ടിൽ അഭ്യസ്തവിദ്യരായ ഒരു കാനനസുന്ദരി നാട്ടിലെ സംഭവങ്ങൾ സശ്രദ്ധം മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. പത്രവും ട്രാൻസിസ്റ്ററും അതിനുപകരിച്ചു. വേലായുധൻ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് മന്ത്രിയായി. ആദ്യമായി മന്ത്രി കസേരയിൽ വേലായുധൻ ഇരിക്കുമ്പോൾ ശേഖറും ഡോക്ടർ ശിവപ്രസാദും ഗിരീഷ് ചോപ്രയും മഹേഷും കൂടെയുണ്ടായിരുന്നു. ഫോണിലൂടെയും കത്തുകളിലൂടെയും ആശംസകൾ. വെരി ഇമ്പോർട്ടന്റ് എന്നെഴുതിയ ഒരു ആശംസാ കത്ത് സെക്രട്ടറി മന്ത്രി വേലായുധനെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ഉത്സാഹത്തോടെ വായിച്ചു. നാടിന്റെ പൊന്നോമന പുത്രനായ ആഭ്യന്തരമന്ത്രി വേലായുധന് എല്ലാ ആശംസകളും നേരുന്നു. ദീർഘായുസ്സും. ആശാദേവി. അടിയിൽ രക്തം കൊണ്ടൊരു വിരലടയാളം. എഴുത്ത് വായിച്ച് അയാൾ മറ്റു എഴുത്തുകളുടെ കൂടെ വെച്ചു. പെട്ടെന്ന് അത് ഒന്നുകൂടി എടുത്ത് എഴുതിയ ആളുടെ പേര് നോക്കി. ആശാദേവി. അവർ ജീവിച്ചിരിക്കുന്നു. മന്ത്രിക്ക് തലകറക്കമുണ്ടായി. അധ്യായം 50. ടിബിയിൽ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു ഡിവൈഎസ്പി ശേഖറും ഡോക്ടർ ശിവപ്രസാദും ഗിരീഷ് ചോപ്രയും മഹേഷ് കുമാറും. ഫോറിൻ സ്കോച്ച് വിസ്കി അവരുടെ സിരകളിൽ ലഹരി പരത്തി. മന്ത്രി വേലായുധൻ അവിടേക്ക് വന്നു. കത്ത് അവരുടെ നടുവിലേക്കിട്ടു. ഓരോരുത്തരായി അത് വായിച്ച് പ്രതിമ പോലെ ഇരുന്നു. സകല ലഹരിയും വിട്ടു. ആശാദേവി മരിച്ചില്ലേ? ഗിരീഷ് ചോപ്ര ചോദിച്ചു, എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട്. അതാ ഞാനും ചോദിക്കുന്നത്, മന്ത്രി പറഞ്ഞു. അവരാ കത്തിനിടയിലെ നാമം നോക്കി. ആശാദേവി. രക്തമുദ്ര പതിപ്പിച്ചതുപോലെ വിരലടയാളം. എന്താ ഇതിന്റെ അർത്ഥം? വേലായുധൻ ചോദിച്ചു. അവൾ മരിച്ചില്ലേ? അവളുടെ കത്തിക്കരിഞ്ഞ അസ്ഥികഷ്ണങ്ങൾ ചാരക്കൂമ്പാരത്തിനിടയിൽ നിന്ന് കണ്ടെടുത്തതല്ലേ? അതെ അതെ, ശേഖറും ശിവപ്രസാദും പറഞ്ഞു.
എന്താ തേറ്റപ്പല്ല, അവൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? മന്ത്രി ഗിരീഷ് ചോപ്രയുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല, ഇത് വേറെ ആരോ നമ്മളെ ചതിക്കാൻ വേണ്ടി ചെയ്തതാണ്, ഗിരീഷ് ചോപ്ര പറഞ്ഞു. ആര്? വേറെ ആർക്കാ ആ രഹസ്യം അറിയാവുന്നത്? മന്ത്രി ഉത്കണ്ഠയോടെ ചോദിച്ചു. ആ രഹസ്യം അറിയാവുന്ന ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കുഴപ്പമാ. ഒരു MLA ഉള്ള ഘടകകക്ഷികളെ പോലും കൂട്ടുപിടിച്ച ഈ മന്ത്രിസഭയുണ്ടാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ ചെവിയിലെങ്ങാനും ഇത് കിട്ടിയാൽ എന്റെ ആഭ്യന്തരമന്ത്രി കസേര കാണൂല, അറിയാമോ? വിറച്ചുകൊണ്ടാണ് വേലായുധൻ ചോദിച്ചത്. മന്ത്രി കസേരയിൽ ഉറച്ചൊന്നിരുന്നു പോലുമില്ല, അതിനു മുമ്പത് തെറിക്കുമോടോ? എന്റെ പ്രമോഷൻ? ശേഖർ ചോദിച്ചു. തനിക്ക് SP ആകണം, അത്രയല്ലേ വേണ്ടൂ? എന്തുമാക്കാം, പക്ഷേ ഇതിന്റെ സത്യസ്ഥിതി അറിയണം. മന്ത്രി കത്തെടുത്ത് കാണിച്ചു നിന്ന് വിറച്ചു. ശേഖർ അല്പം സ്കോച്ച് പകർന്ന് മന്ത്രിക്ക് കൊടുത്തു. ഇതങ്ങ് കഴിക്ക്, നമുക്ക് സാവകാശം ആലോചിക്കാം. ഇതിനകത്ത് ഒരു സാവകാശവുമില്ല. ഈ കത്തെവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. പോസ്റ്റൽ സീൽ തെളിഞ്ഞിട്ടില്ല. പക്ഷേ അക്ഷരങ്ങളുടെ നീളം വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നായിരിക്കണം അത്. ആശാദേവി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നല്ലേ ഇതിന്റെ അർത്ഥം? മന്ത്രി വേലായുധൻ ചോദിച്ചു. താനിങ്ങനെ കാട് കയറി ചിന്തിക്കാതെ, ശേഖർ പറഞ്ഞു. വേലായുധൻ ശേഖറെ നോക്കി. താനെന്ന് വിളിച്ചത് മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായ ശേഖർ തിരുത്തി. സോറി സാർ, അവൾ ജീവിച്ചിരിപ്പില്ല. ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും. അത് പറയുമ്പോൾ ശേഖർ മനസ്സിൽ പറഞ്ഞു. ഇന്നലെ വരെ നീ എന്നെ സാറേന്ന് വിളിച്ചു, ഇന്ന് ഞാൻ നിന്നെ സാറേന്ന് വിളിക്കേണ്ടി വന്നല്ലോടാ. ഇതാരോ നമ്മെ പേടിപ്പിക്കാൻ ചെയ്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു. നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അവൾ മൃതപ്രായയായിരുന്നു. പിന്നെ കിളവൻ അവളെ കത്തിച്ചു കളഞ്ഞു. അഥവാ അവൾ ജീവിച്ചിരുന്നെങ്കിൽ ഈ ഒരു വർഷമായി എവിടെയായിരുന്നു? ഒരു മനുഷ്യനും അറിയാതെ അവൾ എവിടെ ഒളിച്ചിരുന്നു? ആശാദേവിയുടെ ഫോട്ടോകൾ പത്രങ്ങളിലും മാസികകളിലും മാസങ്ങളോളം പ്രസിദ്ധീകരിച്ചതാണ്. അവൾ നാട്ടിലിറങ്ങിയാൽ ആളുകൾ തിരിച്ചറിയാതിരിക്കില്ല, ഷുവർ. അത് തന്നെയാണ് ഡോക്ടർ ഞാനും പറയുന്നത്, ശേഖർ അഭിപ്രായപ്പെട്ടു. ആശാദേവി തിരുവനന്തപുരത്ത് വരികയെന്ന് വെച്ചാൽ ഇറ്റ്സ് ഇംപോസിബിൾ. പക്ഷേ ആ കിളവനെ നമ്മൾ പിന്നെ കണ്ടില്ലല്ലോ. ഇവന്റെ തന്തയെ? ഗിരീഷ് ചോപ്ര മഹേഷ് കുമാറിനെ നോക്കി. എനിക്കൊന്നും അറിയില്ല, അവൾ കാരണം മനസമാധാനമുണ്ടായിട്ടില്ല, മഹേഷ് പറഞ്ഞു. ഇനിയും അവൾ ജീവിച്ചിരിക്കുന്നുവെന്ന് വന്നാൽ ഹോ, എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. എടോ ശേഖര, മന്ത്രി വിളിച്ചു. എന്താ സാർ? ശേഖർ ഭവ്യതയോടെ ചോദിച്ചു. ഉടൻ തന്നെ താൻ SP ആകും, IPS കേഡറിലേക്ക് റെക്കമെൻഡ് ചെയ്യും. ഞാനിന്ന് തന്നെ IG-യുമായെന്ന് ആലോചിക്കട്ടെ. താങ്ക് യു സാർ, താങ്ക് യു, ശേഖർ ഉത്സാഹത്തോടെ പറഞ്ഞു. സന്തോഷിക്കണ്ട, മന്ത്രി അയാളുടെ മുഖഭാവം കണ്ട് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ആശാദേവി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്കുറക്കമില്ലടോ. അറിയാം സാർ, ശേഖർ പറഞ്ഞു. അറിയാമെന്ന് പറഞ്ഞിട്ടായില്ല, സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ തന്റെ തൊപ്പി ഞാൻ കളയും. അത് കേട്ടപ്പോൾ ശേഖറിന്റെ മുഖം മ്ലാനമായി. പിറ്റേ ദിവസം തന്നെ ശേഖർ ഹൈറേഞ്ചിലേക്ക് പോയി. SP ഓഫീസിലും വനത്തിലും ശേഖർ അന്വേഷിച്ചു. ആശാദേവിയെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല. ആ പേര് തന്നെ ആളുകൾ മറന്നു കഴിഞ്ഞിരുന്നു. വനത്തിൽ കത്തിക്കരിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു. അവിടെ കമ്മ്യൂണിസ്റ്റ് ചെടികൾ വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. ഫോറസ്റ്റുകാർ കർശനമായ വേട്ട നടത്തിക്കൊണ്ടിരുന്നതിനാൽ കള്ളത്തടി വെട്ടുകാരുടെ വഴി പോലും മൂടിപ്പോയി. നിരാശനായ ശേഖർ തിരിച്ചു വന്നു. ആശാദേവി ജീവിച്ചിരിപ്പില്ലെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. ആ യാത്രയിൽ ശേഖരപിള്ളയെയും അന്വേഷിച്ചു. അയാളെപ്പറ്റിയും ആർക്കും വിവരമില്ല. ഒന്നുകിൽ കിളവൻ കാട്ടിൽ കിടന്ന് ചത്തു കാണും, അല്ലെങ്കിൽ കിട്ടിയ പണവുമായി എവിടെയെങ്കിലും പോയി ജീവിക്കുകയായിരിക്കും. ശേഖർ ആ വിവരം മന്ത്രിയെ അറിയിച്ചു. ശേഖറിന് പ്രമോഷൻ കിട്ടി. SP ശേഖർ സ്റ്റാർ ഹോട്ടലിൽ സുഹൃത്തുക്കൾക്കൊരു വിരുന്ന് നൽകി. ഡോക്ടർ ശിവപ്രസാദിനും ഗിരീഷ് ചോപ്രയ്ക്കും മഹേഷ് കുമാറിനും വേലായുധനും. സാർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, അവൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവളെ കൊല്ലുന്നത് ഞാനായിരിക്കും, കോക്ടെയിൽ പാർട്ടിക്കിടയിൽ ശേഖർ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഞാൻ കൊല്ലും, വേലായുധൻ മുന്നറിയിപ്പ് കൊടുത്തു. എത്ര കാലം കഷ്ടപ്പെട്ടിട്ടാ ഒന്ന് അധികാരം കിട്ടിയതെന്നറിയാമോ? ആരുടെയൊക്കെ കാല് കഴുകി വെള്ളം കുടിച്ചെന്ന് ദൈവത്തിനെ അറിയൂ. കൈയിട്ട് വാരാനാണെങ്കിൽ ഖജനാവിലൊന്നുമില്ല. അധികാരം വിട്ടിറങ്ങിപ്പോയ അവന്മാർ നേർച്ചയിടാനുള്ള പൈസ പോലും ബാക്കി വെച്ചിട്ടില്ല. ഇനി അഴിമതി കാണിക്കാതെ എങ്ങനെയാ കളഞ്ഞതൊക്കെ തിരിച്ചു പിടിക്കണേ? അതിനിടയിൽ ആശാദേവി തിരിച്ചു വന്നാൽ തീർന്നു. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇല്ലെന്നേ, അതൊന്നും ഉണ്ടാവൂല സാർ. സാർ ധൈര്യമായി ഭരിച്ചോ. ക്രമസമാധാനത്തിന് ഒരു കുഴപ്പവും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. മദ്യമകത്ത് ചെന്നപ്പോൾ ഗിരീഷ് ചോപ്ര പറഞ്ഞു.
മന്ത്രിയുടെ PA തോമസ് അടുത്ത മുറിയിലുണ്ടായിരുന്നു. അയാൾ ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് മന്ത്രി ഇരുന്ന മുറിയിലേക്ക് വന്നു. ഇയാളാരാ? മന്ത്രി ചോദിച്ചു. ചാലക്കുടിയിലെ അബ്കാരി കോൺട്രാക്ടർ അയച്ച ആളാ, PA പറഞ്ഞു. ഓ, ലോപ്പസിന്റെ ആളാണോ? മന്ത്രി ചോദിച്ചു. അതെ സാർ, യുവാവ് ഭവ്യതയോടെ പറഞ്ഞു. എന്താ വിശേഷിച്ച്? അയാൾ കയ്യിലിരുന്ന ബ്രീഫ് കേസ് മന്ത്രിയുടെ മുന്നിൽ മേശപ്പുറത്ത് വെച്ചു. മുതലാളി തന്നയച്ചതാ, സാറിന്റെ കയ്യിൽ തന്നെ തരണമെന്ന് പറഞ്ഞു. ആ, ലോപ്പസിനെ വിളിച്ചു പറഞ്ഞിരുന്നു. എത്രയുണ്ട്? 10. ലോപ്പസ് വാക്കിന് വിലയുള്ളവനാ, മന്ത്രി പറഞ്ഞു. പക്ഷേ ശവം വിഴുങ്ങുന്ന സ്പിരിറ്റ് വിറ്റാലും മൂർഖൻ പാമ്പിനെ വാറ്റരുതെന്ന് പറയണം. ആളുകളെ കൂട്ടത്തോടെ കൊല്ലരുത്. ഇല്ല സാർ. എന്താ, തനിക്കൊരെണ്ണം അടിക്കണോ? ഗ്ലാസ് ചൂണ്ടി വേലായുധൻ ചോദിച്ചു. വേണ്ട സാർ. ശരി, താൻ പൊയ്ക്കോ. ശരി സാർ. ചെറുപ്പക്കാരൻ പോയി. മന്ത്രി ബ്രീഫ് കേസ് തുറന്നു. അതിൽ നിറയെ അടുക്കി വെച്ച നോട്ടുകെട്ടുകൾ. അത് കണ്ട് ഗിരീഷും മഹേഷും ശേഖറും മിഴിച്ചുപോയി. മന്ത്രി ചിരിച്ചു. ഇത് ഞാൻ ഇലക്ഷന് പോസ്റ്റർ അടിച്ച കാശേ ആയുള്ളൂ. അദ്ദേഹം ബ്രീഫ് കേസ് അടച്ച് PAയോട് പറഞ്ഞു. തോമസേ, ഇത് മുറിയിൽ കൊണ്ടുപോയി വെക്ക്. PA വാതിൽ തുറന്ന് അതുമായി അടുത്ത മുറിയിലേക്ക് പോയി. സാറൊരു പഠിച്ച കള്ളനാ, ഗിരീഷ് ചോപ്ര അഭിപ്രായപ്പെട്ടു. ഇത് ജനാധിപത്യ രാഷ്ട്രമല്ലേടേ. ആധിപത്യം കിട്ടുന്നവൻ കാശുണ്ടാക്കും. ഇതിനൊക്കെയാ ജനങ്ങളെന്നെ തിരഞ്ഞെടുത്തത്. ഇതൊരു തുടക്കം മാത്രമല്ലേ? വേലായുധൻ ചിരിച്ചു. ഡോക്ടർ ശിവപ്രസാദ് അന്തം വിട്ടിരിക്കുകയാണ്. അധികാരം തനിക്കും കിട്ടിയിരുന്നെങ്കിലെന്ന് ഡോക്ടർ ചിന്തിച്ചുപോയി. ഭ്രാന്തന്മാരെ ചികിത്സിച്ചതുകൊണ്ട് എന്തു നേടാനാണ്? മന്ത്രി എഴുന്നേറ്റു. എടോ ശേഖറെ, തന്റെ പാർട്ടി നന്നായിരുന്നു. ഗംഭീരം. താങ്ക് യു സാർ, ശേഖർ ഭവ്യതയോടെ പറഞ്ഞു. താൻ എന്റെ മുറിയിലേക്ക് വാ. തന്നെ ഒരു കാര്യം ഏൽപ്പിക്കാനുണ്ട്. വരാം സാർ. മന്ത്രി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. SP ശേഖർ പിറകെയും. എന്ത് കാര്യമായിരിക്കും ഇത്ര രഹസ്യമായതെന്ന് ആലോചിച്ച് മഹേഷും ഗിരീഷ് ചോപ്രയും ഡോക്ടർ ശിവപ്രസാദും ഇരുന്നു. വേലായുധന്റെ ശുക്രദശയാ, ഡോക്ടർ പറഞ്ഞു. അതെ, ഈ സ്വാധീനമൊക്കെ വെച്ച് നമുക്കെന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം. മഹേഷ് ഗിരീഷ് ചോപ്രയെ നോക്കി. വേലായുധൻ SP ശേഖരയും കൊണ്ട് തന്റെ മുറിയിൽ കയറി കതകടച്ച് കുറ്റിയിട്ടു. തോമസേ, മന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു. മറുപടി കിട്ടാത്തതുകൊണ്ട് ബാത്റൂമിൽ നോക്കി. തോമസ് അവിടെയില്ല. അവൻ എവിടെ പോയി? മന്ത്രി സംശയത്തോടെ ശേഖരെ നോക്കി. അടഞ്ഞുകിടന്ന അലമാരയിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങുന്നത് SP ശേഖർ കണ്ടു. സാർ, ഇത് കണ്ടോ? അയാളത് വേലായുധനെ കാണിച്ചു കൊടുത്തു. വേലായുധൻ മുന്നോട്ട് കുതിച്ചു ചെന്ന് അലമാര തുറന്നു. കൊന്നു ചാരി വെച്ചതുപോലെ തോമസ് അലമാരക്കുള്ളിൽ നിൽക്കുന്നു. കൈത്തണ്ടയിലെ മുറിവിൽ നിന്നാണ് ചോര ഒഴുകുന്നത്. ശക്തി കൂടിയ പ്ലാസ്റ്റർ ഒട്ടിച്ച് വായ മൂടിയിരിക്കുന്നു. വാതിൽ തുറന്നതും തോമസ് മുന്നോട്ട് മറിഞ്ഞു വീണു. വേലായുധൻ ഭയന്ന് പിന്നോട്ട് മാറി. SP ശേഖർ മുന്നോട്ട് ചെന്ന് തോമസിന്റെ പൾസ് പരിശോധിച്ചു. മരിച്ചിട്ടില്ല. അടിച്ചോ മരുന്ന് കൊടുത്തോ ബോധം കെടുത്തിയിരിക്കുകയാണ്. ബാത്റൂമിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ശേഖർ തോമസിന്റെ മുഖത്തേക്കൊഴിച്ചു. ശേഖറിന്റെ പാന്റും ഷർട്ടും നനഞ്ഞു. തോമസ് ഒന്ന് പിടഞ്ഞു. 2 നിമിഷം കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റു. പോയി, നമ്മുടെ രൂപ പോയി, അയാൾ നിലവിളിച്ചു. അപ്പോഴാണ് മന്ത്രി തന്റെ 10 ലക്ഷം രൂപയെപ്പറ്റി ഓർത്തത്. ബ്രീഫ് കേസ് അവിടെങ്ങുമില്ല. ആരാടാ തോമസേ നിന്നെ കൊല്ലാൻ തുടങ്ങിയത്? നനഞ്ഞൊലിച്ച തോമസിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് മന്ത്രി വേലായുധൻ ചോദിച്ചു. ആ സ്ത്രീ. തോമസിന്റെ ശബ്ദം വിറച്ചു. സ്ത്രീ? അതെ, SP ആശാദേവി. വേലായുധനും ശേഖറും വൈദ്യുത കമ്പിയിൽ പിടിച്ചതുപോലെ നടുങ്ങി. അവൾ ജീവിച്ചിരിക്കുന്നു. അധ്യായം 51. ആശാദേവി തന്നെ കൊള്ളയടിച്ചു. അവൾ ജീവിച്ചിരിക്കുന്നു. ഓർത്തപ്പോൾ വേലായുധന് ബോധക്ഷയം വന്നു. മന്ത്രി ഉടനെ ഫോണിലൂടെ റിസപ്ഷനിലേക്ക് വിളിച്ചു. അവിടെ സെക്യൂരിറ്റി പോലീസ് ഉണ്ടായിരുന്നു. ബ്രീഫ് കേസുമായി ഒരു സ്ത്രീ വരുമെന്നും അവളെ പിടിക്കണമെന്നും ആജ്ഞാപിച്ചു. അഥവാ അവൾ ഹോട്ടൽ വിട്ടു പോയെങ്കിൽ എങ്ങനെയും പിന്തുടർന്ന് കീഴടക്കണമെന്ന് കൽപ്പന കൊടുത്തു. ഇതേ സമയം SP ശേഖർ പുറത്തേക്കോടി. എതിരെ വന്ന റൂംബോയെ തടഞ്ഞു നിർത്തി. ഒരു സ്ത്രീ മന്ത്രിയുടെ മുറിയിലേക്ക് പോകുന്നത് താൻ കണ്ടോ? അവർ പോയി സാർ, അവൻ പറഞ്ഞു. എപ്പോൾ? 5 മിനിറ്റ് മുമ്പ്, ലിഫ്റ്റ് വഴി. എന്താ സാർ? ബാസ്റ്റേഡ്. ശേഖർ ദേഷ്യം തീർക്കാനായി റൂംബോയിയുടെ കരണത്തൊന്ന് കൊടുത്തു. അവന്റെ കയ്യിലിരുന്ന കുപ്പിയും ഗ്ലാസുകളും താഴെ വീണുടഞ്ഞു. പൂട്ടിക്കും ഞാൻ ഈ ഹോട്ടൽ, ശേഖർ അലറി. ഉടനെ ചോപ്രയും മറ്റും ഇരിക്കുന്ന മുറിയിലേക്ക് ശേഖർ ഓടിച്ചെന്നു. വിഡ്ഢികളെ, അവൾ ജീവിച്ചിരിക്കുന്നു. ആശാദേവി മന്ത്രിയെ കൊള്ളയടിച്ചു. മന്ത്രിയുടെ 10 ലക്ഷം രൂപ പോയി. അത് കേട്ടപ്പോൾ മദ്യത്തിന്റെ ലഹരിയെല്ലാം വിട്ട് ഗിരീഷ് ചോപ്രയും ഡോക്ടർ ശിവപ്രസാദും ചാടി എഴുന്നേറ്റു. ഭയം കൊണ്ട് വല്ലാത്തൊരു ശബ്ദം
അവരിൽ നിന്നുണ്ടായി. അവർക്ക് നടുങ്ങി വിറയ്ക്കാൻ അവസരം നൽകിക്കൊണ്ട് SP ശേഖർ സ്റ്റെയർ കേസ് ഓടിയിറങ്ങി. മന്ത്രിയുടെ നിർദ്ദേശം കേട്ട് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്ന SI പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു. അല്പം മുമ്പ് ഒരു സ്ത്രീ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയി. അവരുടെ പിന്നാലെ ബ്രീഫ് കേസ് തൂക്കി ഒരു ചെറുപ്പക്കാരനും. പോർച്ചിൽ കിടന്ന കാറിൽ കയറിയാണവർ പോയത്. എവിടേക്കാണവർ പോയതെന്നറിയില്ല. അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. വാർത്ത ആരും അറിയരുത്, ശേഖർ ഇൻസ്പെക്ടറോട് നിർദ്ദേശിച്ചു. മന്ത്രിയുടെ പേഴ്സണൽ മാറ്ററാണ്. യെസ് സാർ. ഇൻസ്പെക്ടർ പോലീസിനെയും കൂട്ടി ജീപ്പിൽ കയറി. ജീപ്പ് പാഞ്ഞു പോയപ്പോൾ ശേഖർ റിസപ്ഷനിലേക്ക് ചെന്നു. അവിടെയും തെല്ലൊരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഏത് മുറിയിലാണ് താമസിച്ചിരുന്നത്? അവരിവിടെ മുറി എടുത്തിട്ടില്ലായിരുന്നു സാർ. അങ്ങനെ ഒരാൾ വന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, മാനേജർ പറഞ്ഞു. ഇവിടെ ഒരു കൊലപാതകം നടന്നാൽ നിങ്ങൾ അറിയുമോ? ഹോട്ടലിൽ ആര് വരുന്നോ പോകുന്നു എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അറിയുന്നത്? ശേഖർ ചൂടായി. സാർ, ഇത് VIP താമസിക്കുന്ന ഹോട്ടലാണ്. മിക്കവാറും അവരെ കാണാനാണ് പലരും വരുന്നത്. പക്ഷേ ആ സ്ത്രീ എപ്പോഴാണ് വന്നതെന്നറിയില്ല. വളരെ മുമ്പാണോ വന്നതെന്ന് കഴിഞ്ഞ ഷിഫ്റ്റിലുണ്ടായിരുന്നവരോട് അന്വേഷിക്കാം സാർ, മാനേജർ പറഞ്ഞു. അയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി. ശേഖർ മുകളിലേക്ക് ചെന്നു. ആഷയുടെ കൂടെയുണ്ടായിരുന്ന ആളാരാണ്? ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ അതായിരുന്നു SP മനസ്സിൽ. അവൾ ജീവിച്ചിരുന്നാൽ, തങ്ങളുടെ അക്രമങ്ങളെല്ലാം വെളിയിൽ വിട്ടാൽ തങ്ങളോട് പ്രതികാരം ചെയ്യാൻ തന്നെയാണ് അവൾ ജീവിച്ചിരിക്കുന്നത്. അതുറപ്പാണ്. അന്ന് 7 ദിവസത്തിനുള്ളിൽ തങ്ങളെ പിടികൂടിയില്ലെങ്കിൽ തങ്ങളെ വേട്ടയാടുമെന്ന് IG വെല്ലുവിളിച്ചതാണ് ആശാദേവി. 7-ാം ദിവസം അവളെ പിടികൂടാൻ തങ്ങൾക്ക് കഴിഞ്ഞു. അതോടെ അവൾ മരിച്ചെന്നാണ് കരുതിയത്. അവളെ കൊല്ലാൻ എല്ലാം ചെയ്തിരുന്നു. തങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ജീവന്റെ ഒരു നേരിയ സ്പന്ദനം മാത്രമേ അവളിലുണ്ടായിരുന്നുള്ളൂ. അത് തല്ലിക്കെടുത്തേണ്ട ജോലി കിഴവൻ ശേഖരപിള്ളയ്ക്കായിരുന്നു. പക്ഷേ അവിടെ എന്തോ കുഴപ്പമുണ്ടായി. ഒരു പക്ഷേ ചത്തത് കിഴവനായിരിക്കും. കത്തിയെരിഞ്ഞ വീട്ടിൽ നിന്ന് ലഭിച്ച അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിൽ പരിശോധിച്ച് പ്രായനിർണയം നടത്തിയിട്ടില്ലെന്ന് SP ശേഖർ ഓർത്തു. അത്രയൊന്നും ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾ ആഗ്രഹിച്ചില്ല. ആരോപണങ്ങളും അന്വേഷണങ്ങളും തടസ്സപ്പെടുത്തിയത് തങ്ങൾ തന്നെയാണ്. അതുമൂലം തങ്ങൾ അറിയുമായിരുന്ന ഒരു സത്യം രഹസ്യമായി അവശേഷിച്ച് തങ്ങൾക്ക് ഭീഷണിയായി അവതരിച്ചിരിക്കുന്നു. അവൾ തങ്ങളുടെ പിന്നാലെയുണ്ട്. അവൾ മാത്രമല്ല, അവളുടെ കൂടെ വേറെയും ആളുണ്ട്. ആര്? ആര്? എവിടെയാണവർ? ഒരു മനുഷ്യ കുഞ്ഞു പോലും അറിയാതെ ഒളിച്ചിരിക്കുന്നത് എവിടെ? ഓർത്തപ്പോൾ ശേഖറിന് ശരീരമാകെ കത്തുന്നതായി തോന്നി. മന്ത്രിയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറിയുമായി സംസാരിക്കുകയായിരുന്നു. അയാളുടെ കയ്യിലെ മുറിവ് തുണികീറി കെട്ടിയിരിക്കുന്നു. പ്രേതത്തെ കണ്ടതുപോലെ വിളറിയ മുഖങ്ങളോടെ ഗിരീഷ് ചോപ്രയും മഹേഷും ഡോക്ടർ ശിവപ്രസാദും ഉണ്ടായിരുന്നു. മന്ത്രിയോടും 3-4 ആവർത്തി പറഞ്ഞ ആ സംഭവം തോമസ് SP ശേഖറിനോടും ആവർത്തിച്ചു. ഞാൻ പണം നിറച്ച ബ്രീഫ് കേസ് അലമാരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വാഷ് ബേസിനിൽ മുഖം കഴുകി. അപ്പോൾ വാതിലിൽ മുട്ടുകേട്ടു. തുറന്നപ്പോൾ ഒരു സ്ത്രീ മുന്നിൽ. സാരിയും ബ്ലൗസും ധരിച്ച ആ മാന്യ വനിത ആശാദേവിയാണെന്ന് അവർ അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദിക്കരുതെന്ന് ആംഗ്യം കാണിച്ചു. പിന്നീട് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി അവളെ ചാടിപ്പിടിച്ചതാണ്. അവളെന്നെ അടിച്ചു വീഴ്ത്തി. കത്തി ഉപയോഗിച്ച് വെട്ടി. എന്റെ കൈമുറിഞ്ഞു. നിലവിളിക്കുന്നതിന് മുമ്പ് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു. ഞാൻ ചാടി എണീറ്റെങ്കിലും അവരെന്നെ ചവിട്ടി. നിന്റെ മന്ത്രിയെയും അവന്റെ കൂടെയുള്ള ചെകുത്താന്മാരെയും കൊല്ലാൻ എനിക്കിപ്പോൾ കഴിയും. എന്റെ കണ്ണുകളിൽ നോക്കി അവർ പല്ലുഞെരിച്ചു. നിന്നോടൊപ്പം ഈ ഹോട്ടലും പൊടിച്ചു കളയാൻ എനിക്കറിയാം. പക്ഷേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടും. നിന്നെപ്പോലും ഞാൻ കൊല്ലുന്നില്ല. മന്ത്രി കസേരയിൽ ചാരിയിരിക്കാൻ പോലും അവകാശം കിട്ടുന്നതിന് മുമ്പ് അഴിമതി തുടങ്ങിയ വേലായുധന്റെ ഈ പണം എനിക്ക് ആവശ്യമുണ്ട്. ഈ കള്ളപ്പണം 5 കല്ലറകൾ പണിയാനാണ്. വലിയവർക്ക് വലിയ കല്ലറകൾ. അവർ അലമാരയിൽ നിന്നും ബ്രീഫ് കേസ് വലിച്ച് ബെഡിലേക്കിട്ടു. പിന്നെ എന്നെ ബലമായി നടത്തിക്കൊണ്ടുപോയി. അവരോട് കുളിച്ചൊരുങ്ങി മരണവസ്ത്രവും ധരിച്ച് ഇരുന്നു കൊള്ളാൻ പറയണം, അന്ത്യവിധിക്കായി. SP ആശാദേവിയുടെ പ്രേതം വരുന്നുണ്ടെന്നും പറയണം. അത്രയും പറഞ്ഞ് അവർ എന്റെ തോളിൽ കഴുത്തിന് പിന്നിലായി കൈകൊണ്ടൊരു വെട്ട്. പിന്നെ എടുത്ത് അലമാരക്കുള്ളിലേക്കിട്ടു. വാതിൽ ചവിട്ടിയടച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. തോമസ് കരയുകയായിരുന്നു. മുറിവിൽ കെട്ടിയിരിക്കുന്ന തുണിക്ക് മുകളിൽ ചോര പൊടിച്ചു വന്നു. അവളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? SP ശേഖർ തോമസിനോട് ചോദിച്ചു. ഇല്ലായിരുന്നു സാർ. കള്ളം. ബ്രീഫ് കേസ് കൊണ്ടുപോയത് വേറൊരുത്തനാണ്. താനെങ്ങനെ അറിഞ്ഞു? മന്ത്രി ചോദിച്ചു. സബ് ഇൻസ്പെക്ടർ പറഞ്ഞത് ശേഖർ വിവരിച്ചു.
ഇതിനൊരവസാനം കാണണം, ഗിരീഷ് ചോപ്ര ഭീതിയോടെ പറഞ്ഞു. അല്ലെങ്കിൽ അവൾ നമ്മളെ കൊല്ലും. ഈ മുറിയിൽ വെച്ച് അവൾക്ക് നമ്മളെ കൊല്ലാമായിരുന്നു. പക്ഷേ അവൾ ചെയ്യാതിരുന്നത് മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിലാണ്. പണത്തിനെന്തോ അവൾക്ക് അത്യാവശ്യമുണ്ട്. പണം കിട്ടാൻ അവൾക്ക് മറ്റു മാർഗങ്ങളില്ല. എന്നാലും നമുക്ക് ഈ സമയത്ത് പണം കിട്ടുമെന്ന് അവൾ അറിയണമെങ്കിൽ അവൾ നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കണം, മഹേഷ് പറഞ്ഞു. അവളെ കണ്ടുപിടിക്കേണ്ടത് SP-യുടെ പണിയാണ്. ശരിയാണ്, പക്ഷെ അതിനൊക്കെ പരിമിതികളുണ്ട്. ആശാദേവിയെ പിടിക്കണമെന്ന് പോലീസിനോട് പറയാൻ പറ്റില്ല. പത്രക്കാർക്കോ പ്രതിപക്ഷത്തിനോ ഒരു തുമ്പ് കിട്ടിയാൽ തീർന്നു, എല്ലാം പോയി. ചത്താൽ മതി. പിന്നെ SP പറഞ്ഞു തീരും മുമ്പ് മന്ത്രി വേലായുധൻ പറഞ്ഞു, നമ്മൾ ചാവണ്ട. ആശാദേവി 2 ലക്ഷം രൂപ കൊണ്ടുള്ള കല്ലറകൾ ആശാദേവി 2 ലക്ഷം രൂപ കൊണ്ടുള്ള കല്ലറകൾ നമുക്കായി ഉണ്ടാക്കുന്നുണ്ട്. വെറുതെ പോയി കിടന്നാൽ മതി. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ഡോക്ടർ ശിവപ്രസാദ് പുലമ്പി. അല്ലേലും താൻ ഭ്രാന്തനല്ലേ? മഹേഷ് ചൂടായി. എന്റെ ഭാര്യ ഉമയെ കൊല്ലാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങളുടെ കഴിവുകേട് കാരണം അവൾ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി ആശാദേവിയുടെ മുന്നിൽ ചെന്ന് ചാടി. അതോടെ എന്റെ കഷ്ടകാലവും തുടങ്ങി. ഈ ഹോട്ടലിൽ വെച്ച് നമ്മൾ വഴക്കുണ്ടാക്കേണ്ട. രഹസ്യമായി മറ്റൊരു സ്ഥലത്ത് വെച്ച് ഭാവി പരിപാടി തീരുമാനിക്കാം, SP ശേഖർ അഭിപ്രായപ്പെട്ടു. ഞാൻ IG-യുമായി സംസാരിക്കട്ടെ. അവളുടെ ശവം കാണാതെ എനിക്കിനി വിശ്രമമോ മനസമാധാനമോ ഉണ്ടാകുകയില്ല. മന്ത്രി വേലായുധൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ആശാദേവിയെ കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമം നടത്തിയെങ്കിലും അവർക്കൊരു സൂചന പോലും കിട്ടിയില്ല. 2 ആഴ്ച കഴിഞ്ഞു. ആശാദേവിയെപ്പറ്റി ഒരു വിവരവുമില്ല. SP ശേഖരനായിരുന്നു വലിയ വിഷമം. മന്ത്രി വേലായുധൻ ദിവസവും വിളിച്ച് ചീത്ത പറയാൻ തുടങ്ങി. 5 പേരുടെയും നില സുരക്ഷിതമല്ലായിരുന്നു. ഏതു നിമിഷവും മരണം വരാം. 10 ലക്ഷം രൂപ കൊണ്ട് അവൾക്ക് വളരെ കാര്യങ്ങൾ സാധിക്കാൻ കഴിയുമെന്നവർക്കറിയാമായിരുന്നു. ആശാദേവിയുടെ വീട് അപ്പോഴും ആൾ താമസമില്ലാതെ കിടക്കുകയായിരുന്നു. അവിടെ വന്നാൽ ആ ക്ഷണം പിടികൂടാൻ വേണ്ടി സായുധ പോലീസ് കാവൽ നിന്നിരുന്നു. പക്ഷേ അവകാശികളാരുമില്ലാത്ത ആ വീട്ടിലെന്താണ് പോലീസ് കാവലെന്ന് അയൽക്കാർക്ക് മനസ്സിലായില്ല. മഹേഷ് കുമാർ ഇടയ്ക്ക് വന്ന് വീട് നോക്കും. തന്റെ സഹോദരിയുടെ വീട് തനിക്ക് അവകാശപ്പെട്ടത് എന്ന ഭാവമായിരുന്നു അയാൾക്ക്. അത് സ്വന്തമാക്കാനും വിൽക്കാനും അയാൾ പ്ലാൻ ചെയ്തിരുന്നു. ഒരു ദിവസം രാത്രി ഡോക്ടർ ശിവപ്രസാദിനൊരു ഫോൺ കോൾ കിട്ടി. യെസ്, ഡോക്ടർ ശിവപ്രസാദ്. മറുവശത്ത് കനത്ത നിശബ്ദതയായിരുന്നു. എവിടെ നിന്നോ ചീവീടുകൾ കരയുന്നത് പോലെ തോന്നി. ഹലോ, ആരാണ് എന്നയാൾ ചോദിക്കുന്നതിന് മുമ്പ് കാതിന് തൊട്ടുപിന്നിലിരുന്ന് മന്ത്രിക്കുന്നത് പോലെ ആ ശബ്ദം കേട്ടു. ഞാൻ ആശയാ, ആശാദേവി IPS. ഡോക്ടർ നടുങ്ങി. അതെ, ആശ തന്നെയാ. അയ്യോ, പ്രേതം. ഡോക്ടർ വിറച്ചുപോയി. പ്രേതമല്ല, ഞാൻ ജീവനോടെയുണ്ട്. 2 പേര് ഡോക്ടറെ അന്വേഷിച്ച് കാത്തിരിപ്പുണ്ട്. ആരാ? ഡോക്ടറുടെ ശബ്ദം വിറച്ചു. ഒന്നെന്റെ മോളാ, ഗീതു. രണ്ടാമത്തെയാൾ ഡോക്ടർ ബാലചന്ദ്രൻ, എന്റെ ഭർത്താവ്, നിത്യകാമുകൻ. മരിച്ചയാൾ സംസാരിക്കുന്നത് പോലെയായിരുന്നു ആ ശബ്ദം. ഗീതുമോളെ ജീപ്പിടിപ്പിച്ചും ഡോക്ടർ ബാലചന്ദ്രനെ കുപ്പിക്ക് കുത്തിയും കൊന്ന രംഗങ്ങൾ ഡോക്ടർ ശിവപ്രസാദിന്റെ മനസ്സിലൂടെ മിന്നൽ പിണർ പോലെ കടന്നുപോയി. ഡോക്ടറെ, ആശയുടെ മന്ത്രിക്കുന്ന സ്വരം കേട്ട് അയാൾ വിറച്ചു. കാട്ടിൽ വെച്ച് ഡോക്ടർ എനിക്ക് തന്ന സുഖം ഞാനിപ്പോഴും മറന്നിട്ടില്ല. സുഖം കൊണ്ട് ഞാൻ ബോധം കെട്ടുപോയിരുന്നു. ബോധം വന്നപ്പോഴാ മുഴുവൻ കണ്ടത്. എന്റെ മേലാസകലം മാന്തിക്കീറിയല്ലേ സുഖിപ്പിച്ചത്. ചക്കരക്കുട്ട, ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. എപ്പോഴാ ഒന്ന് കാണുന്നേ? ഡോക്ടർക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഞായറാഴ്ച പുതുവർഷമല്ലേ? രാത്രി 12 മണിക്ക് പുതുവർഷം പിറന്നു വീഴുന്ന ആ നിമിഷം ഞാൻ കുട്ടനെ കൊല്ലും. ആശയുടെ സമ്മാനമാണ്. എത്ര നാളായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണെന്നറിയാമോ? ടെലിഫോണുമായി വിറച്ചുകൊണ്ടു നിന്ന് ഡോക്ടർ അത് കേട്ടു. മറ്റു 4 കൂട്ടുകാർക്കും ഞാൻ സമ്മാനം വെച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറയണം. സമ്മാനം വേണമെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? വേണ്ട, എന്നെ കൊല്ലരുത്. വരണ്ട അധരങ്ങൾ കൊണ്ട് ഡോക്ടർ പറഞ്ഞു. സമ്മാനം തരാതെ പറ്റില്ലല്ലോ ഡോക്ടറെ. എന്റെ ഒരു സന്തോഷത്തിനാ. എടി, നീ ആരോടാ കളിക്കുന്നതെന്നറിയാമോ? ധൈര്യമുണ്ടെങ്കിൽ ഫോണിലൂടെ പേടിപ്പിക്കാതെ നേരെ വാ. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ടതാ ഡോക്ടറെ. ആ ശബ്ദം കേട്ട് അയാളുടെ വായടഞ്ഞു പോയി. പെട്ടെന്ന് ആശയുടെ ശബ്ദം ഗൗരവമായി. നിനക്ക് എവിടെ വേണമെങ്കിലും ഒളിക്കാം. നിന്റെ പുറകെ ഞാനുണ്ട്. പുതുവർഷത്തിന്റെ കാണിക്ക നിന്റെ ചോരയാണ്. നീ അത്രയ്ക്ക് ധൈര്യമുള്ളവളാണെങ്കിൽ നേരെ വാടി. ഡോക്ടർ ശിവപ്രസാദ്
ചെവി പൊട്ടുന്ന തരത്തിൽ ചീത്ത വിളിച്ചു. പെട്ടെന്ന് ലൈൻ മുറിഞ്ഞതറിഞ്ഞു. വല്ലാത്തൊരു നിശബ്ദത. ആ വീടിന്റെ 2ാം നിലയിലായിരുന്നു ഡോക്ടറുടെ ബെഡ്റൂം. ഭാര്യയും മക്കളുമൊന്നും അന്നവിടെ ഇല്ലായിരുന്നു. വേലക്കാരൻ മാത്രം സ്റ്റോർ മുറിയിൽ കിടന്നുറങ്ങുന്നുണ്ടെന്ന് ഡോക്ടർ ഓർത്തു. ഡോക്ടർ ഫോൺ താഴെ വെച്ചു. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഞായറാഴ്ച രാത്രിയാണ് ന്യൂ ഇയർ. ഇനി 2 ദിവസം മാത്രം. തന്നെ കൊല്ലാൻ, തന്റെ മരണത്തിന്. സ്റ്റെയർ കേസിൽ ആരുടെയോ കാൽപെരുമാറ്റം പോലെ തോന്നി. ഡോക്ടർ ശിവപ്രസാദ് വാതിലിന് നേരെ നടക്കാൻ തുടങ്ങിയപ്പോൾ വാതിൽ തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നു. കാക്കി പാന്റും ഷർട്ടും ധരിച്ച ആ പരുക്കൻ മനുഷ്യൻ ഒരു ഗറിലെ പോലെയാണ് തോന്നിച്ചത്. അടുത്ത ക്ഷണം ഡോക്ടർ ആളെ തിരിച്ചറിഞ്ഞു. ആശാദേവി. ഡോക്ടറുടെ ശബ്ദം വിറച്ചു. പ്രേതത്തെ കണ്ടതുപോലെ മുഖം വിളറി. യെസ്, ആശാദേവി IPS. ഒരു ഷോക്ക് ഡോക്ടർ ശിവപ്രസാദിനുണ്ടായി. ആ ശബ്ദം കേട്ട് ബോധം മറയുന്നത് പോലെ. തന്റെ വെല്ലുവിളി സ്വീകരിച്ചവൾ മുന്നിൽ വന്ന് നിൽക്കുന്നു. തുടരും.